നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അന്നേരം നമ്മുടെ കുഞ്ഞ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അന്നേരം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അന്നേരം വീഡിയോയിലിട്ട് പോവാം. കൈ പിടിക്കാം ഇങ്ങോട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അയ്യോ, അന്നേരം ഞങ്ങൾ ഇന്ന് അമ്പലത്തിലോട്ട് പോകണേ. സമയം 9 മണിയായി. രാവിലെ തൊട്ട് കിടന്ന് ഒരുങ്ങുകയെന്ന് വെച്ചാൽ താമസിച്ച് പോയി എണ്ണീച്ചപ്പോൾ 7:30 ഞാൻ രാവിലെ 5 മണിക്ക് എണ്ണീച്ച്. മഴയാണ് പെട്ടെന്ന്. അന്നേരം എണ്ണീച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പുന്നല അമ്പലത്തിലോട്ട് പോകാൻ. മഴയൊക്കെ ചാർന്നടേ, എന്തുവാടേ ഇത്. രാവിലെ തൊട്ട് നമ്മൾ പിന്നെ കുറേ നേരം, ഞാൻ 8 മണി തൊട്ട് ഓട്ടോക്കാരെ വിളിക്കുവാണേ. നമുക്ക് പുന്നല അമ്പലം വരെ ചെല്ലണമല്ലോ. അന്നേരം ഓട്ടോക്കാരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. ആരും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റ് അവിടെ കടയുള്ളൊരു മാമനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ഓട്ടോ സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോ വരാമെന്ന് പറഞ്ഞ് അന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഓട്ടോ കയറാനായിട്ട് പോവാം. ഓട്ടോയിലൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു. ഈ മഴ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് അങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മഴ വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ നല്ല മഴയാണ് കേട്ടോ. കണ്ടോ, ഓട്ടോയുടെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ടോ. ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ ഈ ബർത്ത്ഡേ കുളമായി തന്നെ വിചാരിച്ചു കേട്ടോ. സത്യം പറയാം, അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പം മഴയെല്ലാം തോന്നുന്നു. നല്ല അടിപൊളി അന്തരീക്ഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ വിച്ചുമോനും എല്ലാം അമ്പലത്തിൻ്റെ അവിടെ വന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുന്നല ശിവക്ഷേത്രമാണ്. ഒരു ഭയങ്കര അമ്പലമാണ്. നല്ല ശക്തിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ദാണ്ട് ഇത് കണ്ട സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നത്. എൻ്റെ സ്കൂൾ ഇവിടെ അടുത്താണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് പഠിച്ചത് 5ാം ക്ലാസ് വരെ. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ടൊക്കെയാണ് കേട്ടോ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. നല്ല രസമാണ്. പിന്നെ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ആലിയയിലൊന്ന് കയറിയായിരുന്നു. എനിക്ക് കുറച്ച് വളയൊക്കെ വാങ്ങിക്കണം. എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. അങ്ങനെ ഞാൻ കുറച്ച് കുപ്പിവളയും കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ താണ്ടെ മീൻ വാങ്ങിക്കാൻ വന്നതാണ്. അന്നേരം മീൻ നമ്മുടെ അത്യാവശ്യം കൊള്ളാവുന്നത് നമ്മുടെ ചൂര മാത്രമേ ഉള്ളായിരുന്നു, ചൂരക്കുഞ്ഞ്. അങ്ങനെ ഞാൻ ചൂര വാങ്ങിച്ചു. പിന്നെ ഉലുവാച്ചിയൊക്കെയാണ്. എനിക്കാണെങ്കിൽ ആ സാധനമൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ വന്നു കേട്ടോ. പുന്നര വീട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഉറക്കം വരുന്നു. കാരണം ഞാൻ ഇപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അയ്യോ, എനിക്ക് ഉറക്കം വന്നിട്ട് പോയി. എന്നാൽ എനിക്കതെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. മറ്റേ എന്താ ഒരു സാരിയൊക്കെ കൊടുത്തൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വന്നിട്ട് എനിക്ക് വയ്യ. എന്തായാലും നോക്കട്ടെ. അയ്യോ, എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നു. ഇച്ചിരി നേരം എന്തായാലും കിടക്കണമെന്നുണ്ട്. പക്ഷെ കിടന്നാലും മുല്ലപ്പൂ വാടിപ്പോവും. അതാണൊരു വിഷയം. മുല്ലപ്പൂ വാടിപ്പോയാൽ പിന്നെ കൊള്ളത്തുമില്ല. നോക്കട്ടെ, എന്തായാലും ചെയ്യാം. ഹലോ, അയ്യോ, ഒരു വലിയ അംഗം കഴിഞ്ഞിട്ട് വന്നു. ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. മൊത്തത്തിൽ ഒരു അയ്യോ, വീഡിയോ ഒക്കെ സൈഡിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അമ്മേ, അതുകൊണ്ട് ഇന്ന് എല്ലാം ലേറ്റാവും. ഫുഡ് ലേറ്റാവും, എല്ലാം ലേറ്റാവും. അമ്മയ്ക്ക് എന്തായാലും രാവിലെ കാപ്പി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നതുകൊണ്ട് അത് കൊടുത്ത് ഗുളികയും കൊടുത്ത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അരി അടുപ്പിട്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ചൂര, ചെറിയ കൊച്ചു ചൂര കിട്ടി. എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി അത് വേവണം. അതിന് കറി വെക്കണം. പിന്നെ ഇച്ചിരി പായസം വെക്കണം. അത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിന് വെക്കാം. എന്നുവെച്ചാൽ ഏട്ടൻ വരാൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് വെക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, അങ്ങനെ കുറേ പരിപാടികൾക്ക് ആ വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു കൊലത്തിൽ നിന്ന് ഞാൻ സാരിയൊക്കെ എടുത്ത് മൊത്തത്തിൽ ഒരു എന്ന് വെച്ചാൽ നല്ലപോലെ ഒന്നും ഉടുത്തില്ല കേട്ടോ. പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഉടുപ്പൊക്കെ ഉടുത്ത് ഒന്ന് റെഡിയായി. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ദിവസമല്ലേ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസമല്ല, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സാരി ഉടുപ്പൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയത് ഞാൻ സാരി ഉടുത്തോണ്ട് പോകണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. എനിക്കാണ് മുല്ലപ്പൂവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അയ്യോ, ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഇന്നലെ ഞാൻ ഈ മുല്ലപ്പൂ കിട്ടിയപ്പോഴും ഒക്കെ എനിക്ക് എൻ്റെ കല്യാണ ദിവസമൊക്കെ ഓർമ്മ വരുമായിരുന്നു. കല്യാണത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മുല്ലപ്പൂ വെച്ചത്. പക്ഷെ അത് റെഡി ആയില്ല. നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ആരും ഇല്ല. നമ്മൾ തന്നെ ഒരുങ്ങിയത്. പിന്നെ അപ്പച്ചിയൊക്കെ ആയതുകൊണ്ട് പൂവൊക്കെ ഞാല മീല എന്നൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരുങ്ങിയായിരുന്നെങ്കിൽ ഇതിലും വൃത്തിയായിട്ട് ഞാൻ വൃത്തിയായിട്ട് ഒരുങ്ങിയേനെന്ന് വിചാരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ മുല്ലപ്പൂ നമുക്ക് ബാക്ക് കാണത്തില്ലല്ലോ. ഞാൻ ആ വീഡിയോയും ഫോട്ടോയൊക്കെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ ഏട്ടൻ്റെ രണ്ടാമത്തെ നമ്മൾ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ സാരി ഉടുക്കത്തില്ലേ, ആ സമയത്ത് അല്ല ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ഉള്ള സാരി. അന്നേരമാണ് എൻ്റെ മുടിയെല്ലാം അവർ റെഡിയാക്കി മുടിയിലെ പൂവെല്ലാം വെട്ടി കറക്റ്റ് ലെവൽ ചെയ്ത് തന്നത് കേട്ടോ.
അതൊക്കെ ഏട്ടൻ്റെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ ചേച്ചിയൊന്നുമല്ല, എൻ്റെ നാത്തൂനൊന്നുമല്ല, ഏട്ടൻ്റെ പിങ്കി എന്നൊക്കെ പറഞ്ഞ ചേച്ചിയുണ്ട്, ഏട്ടൻ്റെ ഒരു ബന്ധുവാണ്. അന്നേരം ആ ചേച്ചിയുടെ വേറൊരു ചേച്ചി എല്ലാവരും കൂടെയാണ് അന്ന് റെഡിയാക്കിയത് കേട്ടോ എന്നെ. എൻ്റെ വിച്ചുവിൻ്റെ ഒരു 2 വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ വിച്ചു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ലായിരുന്നു, ഭയങ്കര ഓട്ടവും ചാട്ടമായിരുന്നു കേട്ടോ. അവന് വീഡിയോ എടുക്കാനായിട്ട് ഇട്ട് കൊടുത്ത ഉടുപ്പാണ്, അത് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അങ്കത്തട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ചോറും കറിയൊന്നും വെച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ ചോറും കറിയൊന്നും വെച്ചില്ലെന്ന്. നമ്മൾ കാപ്പി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ആ ജോലി അങ്ങ് ഒതുങ്ങി. അതുകൊണ്ട് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ അരി അടുപ്പിട്ടിട്ട് ഞാൻ നേരെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സാരി ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു. അന്നേരം ഇപ്പം നല്ല വെയിൽ വന്നു കേട്ടോ. രാവിലത്തെ ആ ഒരു മഴ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നല്ല വെയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ മുല്ലപ്പൂ തലേന്ന് എടുത്തില്ല, ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ, വൈകുന്നേരം കിടക്കാൻ സമയമായപ്പോഴാണ് ഞാൻ എടുത്തത് കേട്ടോ. അയ്യോ 25 വയസ്സ്, അതായത് 1/4 നൂറ്റാണ്ട് എങ്ങനെ പോയോ എന്തോ ദൈവത്തിനറിയാം. ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി ഇങ്ങനെ കടന്നുപോയ ഒരു 25 വർഷം. അയ്യോ 3 വയസ്സിൽ തന്നെ അനാഥയായി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഈ വേറൊരാൾ നമ്മളെ, അതായത് നമ്മളെന്ന് കൺട്രോൾ ചെയ്യില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പം കൺട്രോൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടും ഒരു ശല്യമായിട്ടൊക്കെ തോന്നും. പക്ഷേ അതില്ലാതാവുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാനൊക്കെ കുഞ്ഞിലെ ഭയങ്കര വില്ലത്തിയായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്, അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരോട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ കുഞ്ഞിലെ അതുപോലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, വലിയതായിട്ട് മാറ്റമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാനായാലും നമ്മുടെ കാര്യങ്ങൾ തിരക്കാനും ഒക്കെ ഒരാളുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അതുപോലെ ഒരാളുണ്ടെന്ന് തോന്നിയതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. അമ്മൂമ്മ ഉണ്ടെങ്കിലും അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടേതായ പരിമിതികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കും എന്നെക്കാട്ടിലും ഒരുപാട് അനുഭവിച്ച ആൾക്കാർ വേറെ ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാലും അവർക്കൊരു നേരത്തെ ആഹാരം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു കയറി കിടക്കാനൊരു സ്ഥലമില്ലാത്ത ആൾക്കാർ വരെയുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. എനിക്ക് എന്തായാലും ഒരു കുഞ്ഞതാണെങ്കിലും ഒരു വീടുണ്ട്, അമ്മൂമ്മയുണ്ട്. പിന്നെ ആഹാരത്തിനൊന്നും വലിയ മുട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ എൻ്റെ അമ്മൂമ്മ ഉള്ള സമയം വരെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ആഹാരം ഞാൻ പറയുന്നതെല്ലാം എനിക്ക് വാങ്ങിച്ചൊക്കെ തരുമായിരുന്നു. പിന്നെ എന്താ പറയുക, അമ്മ നോക്കുന്ന അത്രയും ഒരു എന്ന് വെച്ചാൽ ഒരു കുറ്റമായിട്ടല്ല. അവിടെ വെച്ച് കട്ടായി പോയതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ അമ്മൂമ്മ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയാണ് കേട്ടോ എന്നെ വളർത്തിയത്. ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ, ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ ഇത് ചൂരക്കറിയൊക്കെ വെച്ച്, പിന്നെ ഈ കോവയ്ക്ക ഉണ്ടല്ലോ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വറുത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മസാലയും ഒരു ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയും, കുറച്ച് മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വറുത്ത് കൊടുത്ത് എൻ്റെ മോന് ഇഷ്ടം പോലെ കഴിച്ചോളും. പിന്നെ കുറച്ച് മീൻ വറുത്തത്, അവന് വറുത്തതാണ് ഒരു മീൻ, എന്നിട്ട് അതിൻ്റെ പകുതി അവൻ കഴിച്ചോളൂ, ബാക്കി പകുതി ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ നെല്ലിക്ക ഞാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല കഴിക്കുന്നുണ്ട്. കാരണം എനിക്ക് ബ്ലഡിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നെല്ലിക്കയൊക്കെ നല്ലപോലെ കഴിച്ചോളാൻ പറഞ്ഞു. നെല്ലിക്ക പിന്നെ ഇലവർഗ്ഗങ്ങൾ ഒക്കെ നല്ലപോലെ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ നെല്ലിക്ക വാങ്ങിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ ജ്യൂസ് കഴിച്ച് കുടിക്കുക, അതൊക്കെ തോന്നണം കേട്ടോ, തോന്നുന്ന സമയത്തേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ചുമനും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അന്നേരം അയാൾക്ക് ആദ്യമേ നമ്മൾ കൊടുത്തു, പിന്നെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അയ്യോ ഇത്തിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി പായസം വെക്കണം, വൈകിട്ടത്തേക്ക് വെക്കാം. അന്നേരം ഈ പൂവൊന്ന് ഊരാം, തലയൊന്ന് അഴിക്കാം, നോർമലായിട്ട് കെട്ടാം. ഞാൻ ഇന്നലെ പത്തനാപുരത്ത് പോയി 150 രൂപയ്ക്ക് പൂ വാങ്ങിച്ചു. ഇപ്പം പൂവിന് വിലക്കുറവാണ്, 40 രൂപയേ ഉള്ളൂ. തിരിച്ചോ? അതിൻ്റെ മണ്ട കിടക്ക്, വരുവാ. അന്നേരം പായസോ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കി തരാം കേട്ടോ. തരാം. എന്നിട്ട് 150 രൂപയ്ക്ക് പൂ വാങ്ങിച്ച്. എനിക്കാണെങ്കിൽ പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളെപ്പോഴും വാങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും വെക്കുമ്പോഴാണ് അതിനൊരു പുതുമ.
ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഓരോ മുഴം പൂ വാങ്ങണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ നിന്ന് പൂ കിട്ടത്തില്ല. അത് പിന്നെ ടൗണിൽ പോകണം. നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ടൗണിൽ പോയി പൂ വാങ്ങിച്ചിട്ടൊക്കെ വരാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഓണത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് വിലയാവും പൂവിനൊക്കെ. ഇത്രയും സ്ലൈഡ് ഉണ്ടായിരുന്നു. രണ്ട് മടക്കായിട്ടാണ് ഞാൻ വെച്ചത്. 4, അതായത് 2 സെറ്റ് 2 മടക്കായിട്ട്. മുല്ലപ്പൂ എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഇച്ചിരി വാടിയതിൻ്റെ ഒരു മണമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവിൻ്റെ മണം. പണ്ടേ ഞങ്ങൾ സ്കൂളിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് വാടിപ്പോയാൽ പറയും അമ്മായിമ്മ ഭയങ്കരയാന്ന് പറയും. അതുപോലെ വാടാതൊക്കെ ഇരിക്കും, നല്ല വൈകിട്ട് വരെ ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ പറയും അമ്മായിമ്മ പാവമാണെന്ന് പറയും. എൻ്റെ തലയിൽ മുല്ലപ്പൂ അങ്ങനെ അധികം വടത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ സത്യം ഒന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കൂടിപ്പോയാണ്ട് ഇങ്ങനെ കാണത്തില്ല കേട്ടോ ഇതിനകത്ത്. വേണ്ട ഇതുപോലെ ഇങ്ങനെ ഒന്ന് കരിയത്തേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ആവും, അത്രേ ഉള്ളൂ. കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് വെച്ചതാണ്. ഇത് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വെച്ചോണ്ട് പോയതാണ്. ഇത്രേ വെച്ചോണ്ട് പോയുള്ളൂ. ഇതും കൂടെ ആകുമ്പോൾ ഓവറാവും. ഞാൻ അല്ലാതെ തന്നെ വെച്ചിട്ട് പോയിട്ട് എല്ലാവരും എന്നെ നോക്കുമായിരുന്നു. കാരണം ആരും മുല്ലപ്പൂ എന്നുള്ള സാധാരണയായിട്ട് പോകുമ്പോൾ ഞാൻ മാത്രം മുല്ലപ്പൂ ഒക്കെ വെച്ച്, അവർക്ക് സ്പെഷ്യൽ ഡേ അല്ലല്ലോ, എനിക്ക് മാത്രമാണല്ലോ സ്പെഷ്യൽ ഡേ. അതുകൊണ്ട് ഞാൻ മാത്രം മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ എല്ലാവരും എന്നെ നോക്കുമായിരുന്നു. അന്നേരം ഞാൻ ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഊരി. കമ്മൽ കൊള്ളാം, ഇന്ന് വാങ്ങിച്ചതാണ്. 60 രൂപ. പൈസ ഒന്നും നോക്കില്ല, വാങ്ങിച്ച് ചുമ്മാതാട്ടോ. ഞാൻ ഇന്ന് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ 70 പറഞ്ഞ് ഞാൻ ബാർഗെയിൻ ചെയ്ത് 60 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് പണ്ട് എന്ത് കമ്മലുണ്ടായിരുന്നു ഇതേ സെയിം ഒക്കെ. ഇനിയുള്ളതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. കാരണം നേരത്തെ സൂക്ഷിച്ച് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഏട്ടൻ്റെ അവിടെ ഇങ്ങനെ കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു സ്റ്റോറേജ് പോലായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം സെറ്റായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കമ്മലൊക്കെ ഞാൻ കുത്തിയതിൽ നിന്ന് ഇങ്ങനെ ഊരി എടുത്തോണ്ട് വന്ന് ഇവിടെ ആ ബോക്സില്ലേ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കുരുങ്ങി കളറൊക്കെ പോയി ഭയങ്കര ഇതായി. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചത്. പക്ഷെ എന്നാലും വലിയ പ്രയോജനമില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട്. അതാണ് ഒരു പ്രശ്നം. അന്നേരം ഞാൻ പോയി ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് വരാം. എന്നിട്ട് വേണം പായസം വെക്കാൻ. ഫുഡൊക്കെ കഴിച്ചല്ലോ. ഇനിയിപ്പം പായസം വെക്കണം. പിന്നെ പാത്രം കഴുകണം. അത് വൈകിട്ട് കഴുകുക, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ വേറെ പാത്രങ്ങളൊന്നും കാണത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരുന്ന വിച്ചുമോന് തണ്ട് ഈ വണ്ടി വന്നത്. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ വിച്ചുമോന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഞെക്കുന്നൊരു വണ്ടി വേണം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് അവന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. ഏകദേശം 1000 രൂപ അടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അയ്യോ, ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ, സോറി. അന്നേരം നമ്മൾ ആ വണ്ടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പായസവും വെച്ച് കേട്ടോ. വിച്ചുവിന് നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ക്ഷമയായതുകൊണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ക്ഷമയേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നല്ല. വന്നപ്പം തന്നെ അറഞ്ചം അത് പൊട്ടിച്ച് ഞാൻ എടുത്തങ്ങനെ ഞാൻ നോക്കി. കൊള്ളാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വർക്കൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് കാണിച്ചു തരാം. കുഞ്ഞിനെ കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്നേരം അവനത് കൊടുക്കണം. അവൻ ഉറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് എന്താ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ മോനാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവനാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടി വേണം ഞെക്കുന്ന വണ്ടി. എല്ലാ ആഗ്രഹവും നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ അത് അവർക്ക് വലിയ ദോഷമില്ലാത്ത കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും വിലയുള്ള വണ്ടിയൊന്നും ഈ ഇടയ്ക്കൊന്നും ഇനി വാങ്ങിക്കത്തില്ല. ഞാൻ കൂടിപ്പോയൊരു അവൻ്റെ അച്ഛൻ വാങ്ങിക്കും 10, 300, 400 രൂപയുടെ വണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ കുറഞ്ഞത് 100 രൂപ അല്ല 50 രൂപ ആ റേഞ്ചിലുള്ള വണ്ടിയെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ താണ്ടെ ഞാൻ ട്രെൻഡിങ് ആയിട്ട് നിന്ന് ഈ ക്ലിപ്പ് ഞാനിന്ന് വാങ്ങിച്ചു കേട്ടോ. പക്ഷേ എനിക്കിത് കുത്തിയിട്ട് ഒരു സുഖം തോന്നുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് മുടിക്ക് ഉള്ളില്ലാത്തതുകൊണ്ടാണ്. ഉള്ളുള്ള മുടിക്ക് കുത്താൻ അടിപൊളിയാണ്. എനിക്ക് ഉള്ളില്ലാത്തതുകൊണ്ട് തലയോട്ടിൽ ഇങ്ങനെ കടിച്ചിരിക്കുന്ന പോലെ തോന്നും. പിന്നെ നമ്മുടെ പായസം റെഡിയായി. എല്ലാവർക്കും കൊടുക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. അന്നേരം ഞാൻ പായസമൊക്കെ കുടിച്ചിട്ട് വട്ടെ. അന്നേരത്തേക്ക് നമ്മുടെ വിച്ചുമോൻ എണ്ണിക്കും. എന്തായാലും അവന് അത് സർപ്രൈസായിട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല മഴക്കോളുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഞാൻ തന്നെ അവൻ ഉണരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എണ്ണിക്കുന്നേ ഇല്ല. ഇപ്പം ഞാൻ പോയി തേച്ചൊക്കെ മെഴുകി തൂത്തൊക്കെ വാരി സെറ്റാക്കി. എന്തോ ചെയ്യാനാന്ന് പറ. ചെറുക്കൻ ഉണരാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ചെറുക്കൻ ഉണരത്തേ ഇല്ല.
എന്നാൽ ഉണരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊത്തി സൗണ്ട് പോലും കേൾക്കാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടാൽ അന്നേരം ചാടി എണ്ണിക്കും. അമ്മ അപ്പുറത്ത് അച്ഛന് പായസം കൊണ്ട് കൊടുക്കാം. അല്ലാമ്മ ഇടയ്ക്ക് വന്നായിരുന്നു. അല്ലാമ്മന് പായസമൊക്കെ കൊടുത്ത് എന്നാണ്ട് ഈ വാഷിംഗ് മെഷീനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് സാധനം. അതപ്പോൾ അവ എണ്ണിക്കുമ്പോൾ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇത് നടക്കുന്നൊന്നുമില്ല, ഞാൻ കുത്തിപ്പൊക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ എന്തുമായാലും അവനെ പോയി വിളിച്ചുണർത്താൻ പോവാണ് കേട്ടോ. അവൻ്റെ എക്സ്പ്രഷൻ എന്തുവെന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു ഇങ്ങനെ വിരിവിരാതിരിക്കുന്നു. അന്നേരം ഞാൻ പോയി അവനെ ഒന്ന് ഉണർത്തിക്കൊണ്ട് വരാം. സാധനം വേണോ? ഇനി കണ്ണടയ്ക്കും. തുറക്കല്ലേ, തുറക്കരുത്, കണ്ണ് തുറക്കല്ലേ, തുറക്കല്ലേ. എന്താ വെച്ചത്? എന്ത് വന്ന് നോക്കണേ? എന്ത് അല്ലയോ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? വണ്ടി പോ. ഇനി എന്നെ വേണ്ട, പോയി. ഇനി എന്നെ വേണ്ട. ഞാനിത് വണ്ടി വാങ്ങിച്ചോണ്ട് എനിക്കൊരു ഉമ്മ വന്നോ? അമ്മയ്ക്കൊരു ഉമ്മ. എന്തൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ വിഷമം വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരു ദിവസത്തെ ഐസ് പോലും ഇല്ലായിരുന്നു കേസ്. ഇന്ന് വൈകിട്ട്, അതായത് ഇന്ന് ഞാൻ ആ വണ്ടി അവൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ അവർ ആ വാഷിംഗ് മെഷീനകത്ത് വെള്ളത്തിൽ കൊണ്ടതൊക്കെ മുക്കി കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നപ്പോൾ ദാണ്ട കിടക്കുന്നത്. എനിക്ക് അന്നേരം അറിയാം എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചുകൊണ്ട് വരുമെന്ന്. അന്നത്തെ പണി പൈസയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇതാണ്ട് എനിക്ക് എപ്പോഴാണെങ്കിലും ഏട്ടൻ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഒരു ജോഡി ഡ്രസ്സെങ്കിലും എടുത്ത് തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പാവം കേട്ടോ. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ കൂടെ വന്ന ശേഷമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വരെ കട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ മുട്ടായി പോലും ഞാൻ കൊടുത്തിട്ടില്ല. സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് കള്ളത്തരം പറയും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് പോലും എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു പ്രായമായപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഏട്ടൻ നല്ല കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ഈ കേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങും, ഡ്രസ്സ് വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ വർഷം വാങ്ങുന്നൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേക്ക് മുറിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ 18ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേക്കാണ് ഏട്ടൻ ആദ്യമായിട്ട് എനിക്ക് കേക്ക് വാങ്ങിച്ച് തന്നതും ഞാനത് മുറിച്ചതും. പിന്നെ അയാളുടെ കൂടെ വന്ന ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെളിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. ഏട്ടനാണ് എനിക്ക് എല്ലാം വാങ്ങിച്ചു തന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ ഷവർമ, ഷാർജ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഷാർജ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഷവർമയൊക്കെ ഞാൻ ഏട്ടൻ്റെ കൂടെ വന്ന ശേഷമാണ് ഷവർമ, ഷവായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വിച്ചുമോനും കൂടാണ് കേക്ക് മുറിച്ചത് കേട്ടോ. എന്നിട്ട് അമ്മൂമ്മയ്ക്കും കൊടുത്തു, ഏട്ടനും കൊടുത്തു. എന്നിട്ട് ബാലൻസ് കുറച്ച് നമ്മൾ അച്ചുവിനൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. അച്ചുവൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വീട് മാറിപ്പോയി. ഇപ്പോൾ അവർ അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ അവരൊക്കെ ഉള്ളതൊരു കൂട്ടായിരുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വിളിച്ചാൽ ഞാൻ അങ്ങ് നിൽക്കുവാണെങ്കിൽ എനിക്കങ്ങനെ വിളിക്കാനും കോൺടാക്റ്റ് ചെയ്യാനും പിന്നെ ആ ഒരു ആളെന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടൊക്കെ വരെ നല്ലൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അവർ ഇവിടുന്ന് താമസം മാറി പോയിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയ വിഷമമായിരുന്നു. അതായത് എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് അവൾ പോയത് കേട്ടോ. അങ്ങനെ ഏട്ടനും കേക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ അമ്മൂമ്മയ്ക്കും കൊടുത്തു, വിച്ചുവിനും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത്. എന്തായാലും ഇങ്ങനെ എൻ്റെ ഒരു മിഡിൽ ക്ലാസ് എന്നും പറയാൻ പറ്റില്ല, അതിന് ലോവറായിട്ടുള്ളൊരു ക്ലാസ്സിലുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അന്നേരം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ